നമ്മൾ സംസാര ഭാഷയിൽ എപ്പോഴും പറയാനുള്ള ആൾ ഭയങ്കര ദേഷ്യക്കാരനാണ് എന്ന് പറയും. അതിനെന്താ നമ്മൾ പറയാറുള്ളത് എന്ന് നമുക്ക് നോക്കാം. അതിനു മുമ്പ് നമ്മുടെ പദയാത്രയിലേക്ക് നിങ്ങൾ ഹൃദ്യമായി വെൽക്കം ചെയ്യുന്നു. 5 അംഗ പദയാത്രയിലേക്ക് നിങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. അപ്പോൾ അതിലുള്ള ആദ്യം നമ്മൾ പഠിക്കുന്നത് എന്താണ്? സഅലാൻ. വല്ലാഹി അന സഅലാൻ. എനിക്ക് ഭയങ്കര ദേഷ്യമുണ്ട്. ഇത് പറയുമ്പോൾ ലേഡീസിനും പുരുഷനും വ്യത്യാസമുണ്ട്. സഅലാന എന്ന് പറയും. യാ അല്ലാഹ് സഅലാന, നിങ്ങൾ ദേഷ്യം പിടിച്ചിരിക്കുകയാണോ എന്നൊക്കെ പറയാം. ഓക്കെ, അപ്പൊ സഅലാൻ എന്ന് പറഞ്ഞു. അപ്പൊ ദേഷ്യം പിടിക്കുക. സഅൽ എന്നാണ് ദേഷ്യത്തിന് പറയുക. ഓക്കെ, സഅലാന എന്ന് പറഞ്ഞു. രണ്ടാമത്തെ ഒന്ന് നമ്മൾ സാധാരണ പറയുന്ന ഒന്നാണ് വല്ലാഹി അന ജിആൻ. മാലേഷ് അന ജിആൻ, എനിക്ക് നല്ല വിശപ്പുണ്ട്. അപ്പോൾ വിശപ്പിന് എന്താ പറയുക? ജിആൻ എന്ന് പറയും. ഇനി ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാലോ അവിടെ പറയുന്നത് ശബാൻ എന്നാണ്. അങ്ങനെ പറയാറുണ്ടെങ്കിൽ വല്ലാഹി ശബേത്ത്, ഞാനിങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞതിന് ശേഷം ഒരാൾ എന്നോട് മാലേഷ് അന ശബാൻ. ഷബാൻ എന്ന് പറഞ്ഞാൽ ഫുഡ് കഴിച്ച് കഴിഞ്ഞു, വയറ് നിറഞ്ഞു, വയറ് ഫുള്ളായി കഴിഞ്ഞാൽ ഷബാൻ എന്ന് പറയും. ഓക്കെ, അപ്പൊ ജിആൻ. പക്ഷെ ഇതിലൊരു കാര്യം കൊണ്ട് ഈ ജിആൻ എന്നതിന് ജുആൻ എന്ന രീതിയും പറയാറുണ്ട് എന്ന് മനസ്സിലാക്കുക. ഓക്കെ ആണോ? ഇനി ഇതിനോടനുബന്ധിച്ച് തന്നെ പറയാനുള്ള ഒന്നാണ് അത്ഷാൻ എന്ന് പറയും. എന്താണ് അത്ഷാൻ? ഭയങ്കര ദാഹമുണ്ട്, എനിക്ക് നല്ല ദാഹമുണ്ട്. വല്ലാഹി മാലേഷാൻ അത്ഷാൻ, ദാഹമുണ്ട്. അത് ലേഡീസ് പറയുമ്പോൾ അത്ഷാന അത്ഷാനയാ സയ്യിദ്, സാർ എനിക്ക് ഭയങ്കര ദാഹമുണ്ട്, ദാഹിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളത് പഠിച്ചു. അവസാനത്തെ 5ാം നമ്പറുകാരൻ ആരാണെന്നറിയാമോ നിങ്ങൾക്ക്? ഫർഹാൻ. അൽഹംദുലില്ലാഹ് അന ഫർഹാൻ. എനിക്ക് ഫർഹാൻ ഹാപ്പി എന്നാണ് അർത്ഥം. ഐ ആം വെരി ഹാപ്പി. അന ഫർഹാന ജിദ്ദൻ. ഫർഹാൻ ജിദ്ദൻ. ഹാദാ അൻത ഫർഹാൻ അൽയൗം. അപ്പോൾ ഫർഹാൻ എന്നാൽ ഹാപ്പി എന്നാണ് അർത്ഥം. ഓക്കെ, അപ്പോൾ 5 നമുക്ക് റിപ്പീറ്റ് ചെയ്യാം. ആദ്യമായി നമ്മൾ പഠിച്ചത് സഅലാൻ. ലേഡീസ് പറയുമ്പോൾ സഅലാന. മറ്റൊന്ന് അത്ഷാൻ, ദാഹം. അത്ഷാൻ, ദാഹമുള്ളവൾ അത്ഷാന. മറ്റൊന്ന് നമ്മൾ പഠിച്ചത് എന്താണ്? ജിആൻ അല്ലെങ്കിൽ ജുആൻ എന്ന് പറഞ്ഞു. ഇനി വയറ് നിറഞ്ഞിരിക്കുകയാണെന്ന് പറയും ശബാൻ എന്ന് പറയാം. ഒക്കെ സന്തോഷകരമാണെന്ന് പറയാം ഫർഹാൻ. അഹ്ന ഫർഹാനീൻ എന്ന് പ്ലൂറലായിട്ടും പറയും. ഓക്കെ.